മജിസ്ട്രേറ്റ് ഭയങ്കര ചൂടനാ. ആര്? മജിസ്ട്രേറ്റ്. എവിടെ? പാവം. ഞാൻ ആ മജിസ്ട്രേറ്റിന്റെ റൂമിൽ ചെന്ന് നോക്കിയതാ. ഫ്രണ്ടിൽ ഇങ്ങനെ വെണ്ടയ്ക്ക് അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. വരുമ്പോ അറിയാം, വാദിക്കുമ്പോ അറിയാം നിനക്ക് ഇതൊക്കെ. എനിക്കറിയത്തില്ല. രാത്രി എന്തോ ചെയ്തേ? രാത്രി എന്തോ ചെയ്തു? ഫോണിൽ കൂടെ നീ എന്നെ ചീത്ത വിളിച്ചില്ലയോ? എന്നെ വിളിച്ചു, എന്റെ അപ്പനെ വിളിച്ചു, എന്റെ അമ്മയെ വിളിച്ചു, എന്റെ ഭാര്യയെ വിളിച്ചു. അതെന്തിനായിരുന്നു? അതോ, അയ്യോ പോ അവിടുന്ന്. അതൊക്കെ കാര്യമായിട്ട് അങ്ങ് എടുത്തോ. തന്തയ്ക്കും തള്ളക്കൊക്കെ വിളിച്ചതല്ലയോ? ചുമ്മാ വിളിച്ചതാ. ചുമ്മാ വിളിച്ചതാ. അത് മനസ്സ് വെച്ചോണ്ടിരിക്കുക. താനാണോ ഇത് വാദിക്കുന്നേ? അതെ അതെ അതെ. എങ്കിലും 2500 രൂപ പിഴ കോടതിയിരിക്കുന്നു. അതെന്താണെന്നറിയാമോ? അന്നോടാ 8ഉം 8ഉം തിരിയാത്ത ഈ വക്കീലിന് കേസ് കൊടുത്തു. എന്താ ദൈവം, അത് ഞാൻ ചെയ്യും. 5 പൈസ ഞാൻ കൊണ്ടുവന്നിട്ടില്ല. പ്രൊഡ്യൂസർ അതെന്ത് സാധനം? അതങ്ങോട്ട് തുടങ്ങി നോക്കിക്കാതെ സത്യപിടിപ്പിക്കട്ടെ. സത്യപിടിപ്പിക്കാം. കോടതി മുമ്പിലാകെ മൂത്രം ഒഴിക്കോ തുപ്പയോ ചെയ്യത്തില്ല. അങ്ങനാണോ? ഞാൻ കണ്ട് രാവിലെ നീ കോടതി മുമ്പിലാകെ മൂത്രം ഒഴിക്കുന്ന തുപ്പം നിൽക്കുന്ന മേലെ ആവർത്തിക്കരുത്. ഇല്ല. സത്യം സത്യം സത്യം. ഓക്കെ, അതിനും പൈസ വേണമായിരിക്കും. വാദം അങ്ങോട്ട് തുടങ്ങട്ടെ. ഓക്കെ സാർ. ഒക്ടോബർ യുവർ നവംബർ. അല്ല, ഒബ്ജക്ഷൻ യുവർ ഓണർ. ബഹുമാനപ്പെട്ട കോടതി, ഈ നിൽക്കുന്ന എന്റെ പ്രതി 134 ബാർ തെറ്റി. 14 മൈൽ ആ ബാർ. ഞാൻ സ്ഥിരം അവിടുത്തെ കസ്റ്റമറാ. കോടതി എല്ലാരെയും തെറ്റിദ്ധരിപ്പിക്കുന്ന പോലെ എന്നെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കണ്ട. ഞാൻ അവിടുത്തെ കസ്റ്റമറാ, എനിക്കറിയാം. 14 മൈലില്ല. 14 മൈലാ ബാർ. ഓർഡർ ഓർഡർ ഓർഡർ. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കോടതിയിൽ പറഞ്ഞതിന് 500 രൂപ 2 എണ്ണത്തിനും പിഴ കിട്ടും. 14 മൈൽ ബാറില്ല. ഇല്ലെങ്കിലും നിനക്കും പിഴ കിട്ടും. ഓക്കെ, എത്ര രൂപ ഉണ്ടായാലൊക്കെ എനിക്ക്. വാദം തുടങ്ങട്ടെ. ഓക്കെ. 134 ബാർ. കൊല്ലം ജില്ലയിൽ പുത്തൂർ എന്ന സ്ഥലത്ത് ഉറങ്ങിക്കിടന്ന പോത്തിനെ മോഷ്ടിച്ചോണ്ട് പോയിട്ട് തുമ്പിക്കൈയില്ലാത്ത ആന എന്ന് പറഞ്ഞ് അപൂർവ ഇനം ആനയാന്ന് പറഞ്ഞ് സർക്കസ് കമ്പനിക്ക് വിറ്റു എന്നാണ് എന്റെ പ്രതിക്കെതിരെയുള്ള കേസ്. കറക്റ്റോ? അല്ല. ആ കേസ് കള്ളക്കേസാണെന്ന് ഞാൻ ഈ കോടതിയെ ബോധിപ്പിക്കുന്നു. അത് മാത്രമല്ല, എന്റെ പ്രതി നിരവധിയാണ്. നിരവധിയോ? അല്ല, നിരപരാധിയാണ്. അദ്ദേഹത്തിന് ആ കുറ്റം ചെയ്യാനുള്ള കെപ്പും കടയില്ല. 1-2 വർഷമായിട്ട് ഈ പിടിച്ചുപറിയും തട്ടിപ്പറിയും മറ്റുള്ള മോഷണങ്ങളെല്ലാം എന്റെ പ്രതി നിർത്തിയിട്ടുണ്ട്. അതിനുള്ള ജാമ്യം വേണോ? അതിനുള്ള ജാമ്യം വേണം. എന്നാ അതിനുള്ള സർട്ടിഫിക്കറ്റ് കൊണ്ടെടുക്ക, തെളിവ് കൊടുക്ക. എന്നെ വെറുതെ വിടണം. പക്ഷെ വേറൊരു കാര്യമാ, ഈ പ്രതിക്കെതിരെ വേറെയും കേസുകളുണ്ടല്ലോ. ഇവിടെ എഴുതിയിട്ടുണ്ട് വെണ്ടയ്ക്ക് അക്ഷരത്തിൽ പേപ്പറില്. അത് പറ. എന്തോന്ന് വായിച്ചേ? പ്രതിയോട് സംസാരിക്കരുതെന്ന് പറഞ്ഞു. ഞാൻ പിഴ ഈടാക്കുവേ കേട്ടോ. താങ്കളുടെ പേരിൽ ഒരു മാല മോഷ്ടിച്ച കേസുണ്ടല്ലോ. അത് കഴിഞ്ഞ മാസം. റോഡരികിൽ നിർത്തിയിട്ടിരുന്ന മൈക്ക് മോഷ്ടിച്ചൊരു കേസുണ്ടല്ലോ. അയ്യോ, അത് കഴിഞ്ഞ ആഴ്ചയിലല്ലയോ? ഉറങ്ങിക്കിടന്ന കുഞ്ഞിന്റെ അരയിൽ നിന്നും അരഞ്ഞാണം മോഷ്ടിച്ച കേസും ഉണ്ട് തന്റെ പേരിൽ. ഞാൻ നടന്ന സംഭവം. ഇതെന്തോരം അടവാ ഇത്? അതെല്ലാം കഴിഞ്ഞതല്ലയോ? ഞാൻ ചോദിക്കട്ടെ, എന്നെ ഇവിടെ 6 മാസം അകത്തിട്ടു. ഇവിടുത്തെ പോലീസ് എന്നെ തല്ലി പെറ്റി അടിച്ചു. ഞാൻ ഇതൊന്നും മനസ്സിൽ വെച്ചോണ്ടല്ലോ ഇരിക്കുന്നത്. ഇതെന്ന് നടന്ന കേസാ. അത് കുറിച്ച് വെച്ചിട്ട് അത് വെച്ച് പെരുമാറുവാ. മിസ്റ്റർ ഹരി, ഞാൻ ചോദിക്കുന്നതിന് നിങ്ങൾ ശരിയായ ഉത്തരം പറയുമോ? പറയൂ. എങ്കിൽ നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടെന്നും ശരി തെറ്റാണെന്നും തെറ്റ് ശരിയാണെന്നും തെറ്റ് തെറ്റായി ഞാൻ ചെയ്തിട്ടുണ്ടെന്നും അംഗീകരിക്കുന്നുണ്ടോ? ഉണ്ട്. ഉണ്ടോ? ഇല്ലായിരുന്നു. നീ തെറ്റിയുണ്ട്. നിന്നെ തൂക്കുകയർ വിളിച്ചു. കഴിഞ്ഞ ദിവസം വക്കീലല്ലേ പറഞ്ഞത് മുറ്റമെല്ലാം തൂത്തുവാരണമെന്ന് ഒരാളെ വേണമെന്ന്. ഒരു ചൂല് കൊടുത്തു കൊടുക്കും തൂത്തുവാരൻ. ഞാൻ ഓർത്ത് ഞാൻ ഇന്നൂടെ ഉള്ളത്. എനിക്ക് ഇംഗ്ലീഷ് ഒന്നുകൂടെ പറയണം. എന്ന് വെച്ചാൽ എന്നെ എന്തിനാ അതിനകത്ത് നിർത്തിയാക്കുന്നേ? അവിടെ ഒരു പിഴ. ഞങ്ങൾക്കറിയാൻ വയ്യാത്ത ഇംഗ്ലീഷ് സംസാരിച്ചു. 500 രൂപ. 500 രൂപ. എന്റെ പ്രതിക്കെതിരെ വേറെ ഒരു കേസ് വന്നിട്ടുണ്ട്. എന്താ? മൃഗസംരക്ഷണം കൊടുത്ത കേസാണത്. അത് പറ. ഇദ്ദേഹം തെരുവ് പറ്റിയെ റെയിൽവേ സ്റ്റേഷനിൽ പോയി കല്ലുകൾ ശേഖരിച്ചുകൊണ്ട് വന്ന് എറിയുന്നു പറയുന്നു. അത് ഉള്ളതാണോ? അതെന്തോത്തിന്? ഞാൻ പറയട്ടെ, ഒരു പട്ടി കടിച്ച 5000 രൂപയുണ്ട്. ഞാൻ ഈ ചാക്കിനകത്ത് മിറ്റിൽ കൊണ്ട് പോയിട്ട് വഴിയെ നടന്ന പട്ടി എറിയും. വന്ന് കടിക്കുമല്ലോ. 2 പട്ടി അടിക്കുമ്പോ 10000 രൂപ കിട്ടുവോ? 10000 രൂപ കിട്ടിയാൽ പുളിക്കുവോ? എന്തോ പറയാനാന്ന് പറ.
അപ്പൊ അത് തെളിയിക്കാനുള്ള സർട്ടിഫിക്കറ്റ് വല്ലതും ഉണ്ടോ? പട്ടി കടിച്ച തെരുവ് പട്ടി കടിച്ചതായിട്ട് മെന്റൽ ഉണ്ടെന്നും തെളിയിപ്പിക്കാനുള്ള സർട്ടിഫിക്കറ്റ് വല്ലതും ഉണ്ടോ? ഇല്ല ഇല്ല ഇല്ല. അല്ല, അല്ലെങ്കിൽ ഇങ്ങാർക്കും വേണ്ടില്ല. അതെങ്ങനെ അറിയാം? അല്ലെങ്കിൽ എന്റെ കൊണ്ട് കേസ് തരുമോ? ആ, അത് ശരി. ഓർഡർ ഓർഡർ. അവിടെ ഇല്ല, കഴിഞ്ഞ വാദത്തിന് വന്നില്ലല്ലോ. ഞാൻ വന്നില്ല. അന്ന് എനിക്ക് ആശുപത്രിയിൽ എനിക്ക് ഒരു ഓപ്പറേഷൻ ഉണ്ട്. പുറത്തൊരു മുഴയുണ്ടായിരുന്നു. ഡോക്ടർ ഓപ്പറേഷൻ ചെയ്തത് അതുകൊണ്ട് വരാഞ്ഞ്. ഓപ്പറേഷൻ ചെയ്തിട്ട് മാറിയോ? പിന്നെ ഓപ്പറേഷൻ ചെയ്തിട്ട് ഡോക്ടർ നമ്മുടെ കീഴാൻ നിൽക്കുക. മാറി, പുള്ളി അങ്ങ് മാറി. അപ്പൊ ആ ഓപ്പറേഷൻ ചെയ്തതിന്റെ മുഴയുടെ സർട്ടിഫിക്കറ്റ് വല്ലതും ഉണ്ടോ? ഉണ്ട്. എന്നാ, ഇതെന്തോടെ വട്ടം വരച്ചു വെച്ചേക്കുന്നത്? മുഴ അത്ര വലിപ്പം ഉണ്ടായിരുന്നു. മുഴയുടെ പടം. ബഹുമാനപ്പെട്ട കോടതി എന്റെ പ്രതിക്ക് ജാമ്യം അനുവദിക്കണം. നിക്ക്. എന്തെങ്കിലും ഹാജരാക്കിയെങ്കിലും നിനക്ക് ജാമ്യം കിട്ടത്തുള്ളൂ. ഉള്ളോ? അപ്പൊ എന്ത് ചെയ്യും? ഹരിക്ക് സ്ഥലം വല്ലതും ഉണ്ടോ എവിടെങ്കിലും? എന്റെ പേര് സ്ഥലമുണ്ട്. ഓ, ഹരിപ്പാട്. എടാ, ആ സ്ഥലത്തിന് ആദ്യം എന്റെ പേരാ. എന്തുവാടേ പറയുന്നത്? വക്കീൽ പറയൂ, അടുത്ത കാര്യം പറയൂ. ഹരിപ്പാട് എന്റെ പേരിലല്ലേ? എന്താ വിഷയം? എന്തോ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾ എന്തോ അലയുന്ന കാര്യം പറ. നിങ്ങളെ പോലീസ് അടിച്ചിട്ട് നിങ്ങൾ എന്താ ഏക്കാന്ന്? പോലീസ് അടി ഏക്കാന്ന് പറഞ്ഞ അടി കൊണ്ട് എങ്ങനെ ഏക്കാൻ അലമ്പാ? അതല്ല പറഞ്ഞത്. പോലീസ് അടിച്ചിട്ട് നിങ്ങൾ എന്തുകൊണ്ട് ഈ കുറ്റം ഏറ്റില്ല? ഞാൻ ഏക്കണോ? ആ, ഞാൻ അന്ന് ഏക്കണം. ഞാൻ അങ്ങ് ഏക്കാം. അല്ല ഇപ്പൊ എന്ത് ചെയ്യാനാ? ആ, മൊത്തം ആവശ്യമില്ലാത്ത കാര്യം, ആവശ്യമില്ലാത്ത കൗണ്ടറുകൾ പറയുന്നതിനും പിഴയുണ്ട്. ശ്ശോ. ആഹാ. അവസാനമായി പ്രതി കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. കോടതിയോട് പ്രതിക്ക് എന്തെങ്കിലും ബോധിപ്പിക്കാനുണ്ടോ? അവസാനമായോ? അപ്പൊ കോടതി ഇന്നൂടെ ഉള്ളോ? ഇത് തനിക്ക് അവസാനമായി ഞാൻ ഇവിടെ ശിക്ഷ തരാൻ പോവാ, എന്തെങ്കിലും ബോധിപ്പിക്കാനുണ്ടോ കോടതിയോട്? ഉണ്ട്. ഉണ്ട്. ഈ വരുന്ന 27-ാം തീയതി ഷഷ്ടി പൂർത്തിയാ. അപ്പം വക്കീൽ അണ്ണനെ കൂട്ടി അങ്ങ് വരണം. അണ്ണനെ? എന്നെ പ്രായത്തിൽ മൂത്ത ഒരാളല്ലോ കേട്ടോ. അത് എന്തിനാണെന്നറിയാം ഷഷ്ടി പൂർത്തി? ആ. അന്ന് 60 കേസിന്റെ വിധി വരുവാ.